ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് നൈറ്റിയാണ്. നൈറ്റി നമുക്ക് 160 രൂപ ഒക്കെ കൊടുക്കുമ്പോൾ നൈറ്റി മെറ്റീരിയൽ കടകളിൽ നിന്ന് കിട്ടും. ഹോൾസെയിൽ വന്നാകുമ്പോൾ അതിലും കുറച്ച് കിട്ടും. അപ്പോൾ അതൊക്കെ എടുത്ത് നിങ്ങൾ പഠിച്ച് നോക്കണം. അപ്പം പുതിയ മോഡലാണ് ഞാനിപ്പോൾ പഠിപ്പിക്കുന്നത്. അതായത് ഇപ്പോഴത്തെ മോഡൽ ചുരിദാർ മോഡൽ നൈറ്റിയാണ്. പ്രിൻസസ് കട്ട്, ഏലൈൻ ടോപ്പ്, പിന്നെ ഏലൈൻ ടോപ്പ് മാതിരിയുള്ള നൈറ്റി, അതുപോലെ തന്നെ കോളർ നൈറ്റി, ഇങ്ങനെ പല രീതിയിൽ കുറേ മോഡലുണ്ട്. അത് ഞാൻ ടൈപ്പ് ചെയ്ത് വെച്ചേക്കാം, നിങ്ങൾ കണ്ടു നോക്കണം കേട്ടോ. ഇന്ന് ഞാനൊരു സാധാ ഒരു മോഡലായിട്ടുള്ള ചുരിദാർ നൈറ്റിയാണ് കട്ട് ചെയ്യാൻ പോകുന്നത്, ചുരിദാർ മോഡൽ. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഞാൻ വാട്സപ്പിലൂടെ ക്ലാസ് എടുക്കുന്നുണ്ട്. നൈറ്റ് മാത്രമുള്ള സെപ്പറേറ്റ് ക്ലാസ് ഉണ്ട്. 350 രൂപ ഫീസേ ഉള്ളൂ. 3 മാസത്തെ കോഴ്സാണ്. പിന്നെ വാട്സപ്പിലൂടെ ക്ലാസ് കൊടുക്കും. എല്ലാ മോഡലും നൈറ്റി ഉണ്ട്. നിങ്ങൾക്ക് ഒരു ഉപജീവന മാർഗമാക്കാം. തൊഴിൽ ചെയ്യുന്നവർക്ക്, അല്ലാത്തവർക്ക് അവരവരുടെ ആവശ്യത്തിന് ചെയ്യാം. വാട്സപ്പിലൂടെ എല്ലാം മെസ്സേജുകൾ കൊടുക്കും, ക്ലാസ്സുകൾ ഇട്ട് കൊടുക്കും. അപ്പോൾ ചേരാൻ താല്പര്യമുള്ളവർ 350 രൂപ ഫീസ് കൊടുത്ത് ക്ലാസ് ചേരുക. ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർ വരിക. ഓക്കെ, നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. നൈറ്റി കട്ട് ചെയ്യാനായിട്ട് 3 മീറ്റർ തുണിയാണ് വാങ്ങിച്ചിരിക്കുന്നത്. കണ്ടല്ലേ, ഇത് തുണിയുടെ തേര് വശം നിങ്ങൾക്ക് കാണാമല്ലോ. തേര് വശം ഈ കട്ട് ചെയ്യാത്ത ഈ കട്ടിയുള്ള കണ്ടോ, ഇങ്ങനെയുള്ള ഇതാണ് തേര് വശം എന്ന് പറയുന്നത്. അത് നമ്മൾ നീളത്തിലെടുക്കും. ഇങ്ങനെ ഈ കട്ട് ചെയ്ത ഭാഗം, മുറിച്ച ഭാഗം, ഇതിനാണ് വീതി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ തുണി വീതി എടുക്കുന്നത് വണ്ണം ഇങ്ങനെ, നീളം ഇങ്ങനെ. നീളത്തിൽ നമുക്ക് രണ്ടായിട്ട് തുണി നമ്മളിപ്പോൾ ഇങ്ങനെ കടയിൽ നിന്ന് വാങ്ങിക്കത്തില്ലേ, ഇങ്ങനെ രണ്ടായിട്ട് മടക്കില്ല. ഇതേ രീതിയിൽ തുണിയുടെ ചീത്ത വശത്ത് വേണം മാർക്ക് ചെയ്യാനായിട്ട് കേട്ടോ. നല്ല വശത്ത് മാർക്ക് ചെയ്താൽ നമുക്ക് കാണത്തില്ല. അപ്പോൾ ഈ തേര് വശങ്ങൾ തമ്മിൽ ഇങ്ങനെ മടക്കി വെക്കണം. ഇങ്ങനെ മടക്കണം, കണ്ടില്ലേ? ഇങ്ങനെ മടക്കിയിട്ട് ഈ 3 മീറ്ററിനെ രണ്ടായിട്ട് മടക്കണം. മടക്കിയെടുത്തിട്ട് തുണി ഞാൻ രണ്ടായിട്ട് മടക്കിയതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ മടക്കി അങ്ങനെ 4ആയിട്ട് മടക്കിയിട്ടുണ്ട്. ചീത്തവശം പുറത്ത്. അപ്പോൾ 4 മടക്കാണ് വന്നേക്കുന്നത്. ഇത് 2, ഇത് 2. ഓക്കെ, നീളമാണ് നമ്മൾ ആദ്യം എടുക്കുന്നത്. അപ്പം 3 മീറ്ററിനെ നമ്മൾ 4ആയിട്ട് മടക്കിയിട്ടുണ്ട്. ഇവിടെ ലെവലല്ലെങ്കിൽ, ഈ സൈഡ് ലെവലല്ലെങ്കിൽ ആദ്യം ലെവൽ ചെയ്യണം. എന്നിട്ട് ഇവിടുന്ന് വേണം നമുക്ക് ഇറക്കം എടുക്കാൻ. അതായത് ഇവിടെ നമ്മൾ കട്ട് ചെയ്ത ഭാഗമല്ലേ, ഇവിടുന്ന് ആണ് ഇറക്കം എടുക്കും. താഴേന്ന് മുകളിലോട്ട് ഇറക്കം എടുത്തിട്ട് ഇവിടെ നമ്മൾ കട്ട് ചെയ്യാത്ത ഭാഗമാണ്. ഈ ഭാഗത്തു നിന്നാണ് നമുക്ക് സ്ലീവിനെ കട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ അതനുസരിച്ച് വേണം എടുക്കാൻ. പിന്നെ ഇറക്കം എടുക്കുമ്പോൾ സാധാരണ ഒരു ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇത്തിരി ലെന്ത് കൂട്ടിയെടുക്കണം. അതായത് നമ്മൾ കട്ട് ചെയ്യുന്ന നൈറ്റി പിന്നെ പല ആൾക്കാരല്ലേ എടുക്കുന്നത്. അപ്പം ഇറക്കം കൂടിയ നമുക്കത് കുറച്ച് കൊടുക്കാം, കുറഞ്ഞ ചിലർ വേണ്ടെന്ന് പറയത്തേ ഉള്ളൂ. അപ്പോൾ അവരവരുടെ ആവശ്യത്തിനാണെങ്കിൽ അവരവരുടെ മെഷർമെൻറ്റിൽ എടുക്കുക. ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ഒരു 52, 53 ഇഞ്ചിലെങ്കിലും ലെന്തിൽ വേണം കട്ട് ചെയ്യാനായിട്ട് കേട്ടോ. അവരവരുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഓക്കെ, നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. അപ്പോൾ ഞാൻ തുണിയെ 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. കറക്റ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം കണ്ടോ, 4 പീസാണ്. 1, 2, 3, 4. ഓക്കെ, കറക്റ്റ് ഇവിടെ ലെവൽ ചെയ്യണം. ഒപ്പമല്ല എന്നാണ് ഇത് കുഴപ്പമില്ല. ലെവൽ ചെയ്തതിന് ശേഷം നമ്മളിവിടെ അടി മടക്കി തയ്ക്കാനായിട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്യാം. അടി മടക്കി തയ്ക്കാനായിട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണ്ടുന്ന ഇറക്കം എടുക്കണം. ഇറക്കം എത്ര വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് എടുക്കണം. ഞാനിവിടെ എടുക്കാൻ പോകുന്നത് 50. ഇത് കഴിഞ്ഞതിന് ശേഷം ഈ നമ്മൾ 1 ഇഞ്ച് അടി മടക്കി തയ്ക്കാൻ മാർക്ക് ചെയ്തില്ലേ, അത് കഴിഞ്ഞതിന് ശേഷം ഒരു 53 ഇഞ്ചാണ് ഇറക്കം എടുക്കുന്നത്. ഓക്കെ,
അപ്പോൾ 53 ഇഞ്ച് എനിക്ക് ഇവിടെ കിട്ടും, മുകളിൽ ഈ ഭാഗത്ത് കിട്ടും. അവിടുന്ന് ഇവിടം വരെ എനിക്ക് 53 ഇഞ്ച് ഇറക്കം കിട്ടി. മനസ്സിലായല്ലോ? ഇനി എനിക്ക് ഇറക്കം കിട്ടിയല്ലോ. നമ്മൾ അന്നേരം ഈ ഭാഗത്ത് വേണം ഇവിടുന്ന് താഴോട്ട് ഇനി മെഷർമെൻ്റ് എടുക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഇറക്കം മാറ്റി. ഇപ്പം എനിക്ക് വന്നേക്കുന്ന 53 ഇഞ്ച് ഇറക്കം ഇത്രയും. അപ്പോൾ ഇത്രയും നമുക്ക് ബാക്കിയുണ്ട്. ഇവിടുന്ന് നമുക്ക് കട്ട് ചെയ്യാതെ സ്ലീവിനെടുക്കാം. ഓക്കെ, ഇനി ഷോൾഡർ എടുക്കുക. 14 ഇഞ്ച് ഷോൾഡറാണ്. 14 ഇഞ്ച് വരുമ്പോൾ അതിൻ്റെ ഹാഫ് എടുക്കണം. ഷോൾഡറിൻ്റെ പകുതി, 14ൻ്റെ പകുതി 7 ഇഞ്ച്. ഇതൊക്കെ കറക്റ്റായിരിക്കും, ഷോൾഡറൊന്നും താഴ്ന്നു പോകത്തില്ല. പിന്നെ നമുക്ക് അതിനകത്തൊന്നും ഒന്നും ചെയ്ത് കൊടുക്കേണ്ടി വരത്തില്ല. ഇതൊക്കെ ബോഡിയിൽ നിന്ന് എടുത്ത ഒരു മെഷർമെൻറ്റിനനുസരിച്ച് പോകും. ഓക്കെ, ഷോൾഡറിൻ്റെ പകുതി, ആ 14 ഇഞ്ച് ഷോൾഡർ എടുത്ത് അതിൻ്റെ പകുതി എടുത്ത് 7, ആ 7 ഇഞ്ച് തന്നെ താഴോട്ടെടുക്കാം. അതെന്തുവാ? കൈക്കുഴി. ഷോൾഡറിൽ നിന്ന് താഴോട്ട് കൈക്കുഴി. ഇപ്പോൾ 7 മാർക്ക് ചെയ്തല്ലോ. അവിടെ നമുക്ക് ചെസ്റ്റ് ലൈൻ വരും കേട്ടോ. അവിടെ നമുക്ക് ചെസ്റ്റ് ലൈൻ വരും, അതായത് ചെസ്റ്റ് ഭാഗത്ത് വണ്ണം വരും. ഇവിടെ ഇനി നമുക്ക് വേണ്ടത് വേസ്റ്റ് ഭാഗത്തെ ലെന്ത്. നമ്മൾ ചെസ്റ്റ് ലൈൻ ഇവിടെ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വേസ്റ്റ് ഭാഗത്തെ ലെന്ത് 13 ഇഞ്ചാണ് വേസ്റ്റ് ഭാഗത്തെ ലെന്ത് വേണ്ടത്. അപ്പോൾ 13 വേണ്ടുന്നിടത്ത് ഒരു 13.5 എടുക്കണം. അതായത് ഈ ഷോൾഡർ ജോയിൻറ്റ് ചെയ്യുമ്പോൾ അരയിഞ്ച് പോകും. അപ്പോൾ 13.5 എടുത്ത്, അപ്പോൾ ആ വേസ്റ്റ് ലെന്ത് 13.5 അവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യും. അവിടെ മാർക്ക് ചെയ്തല്ലോ. ഇനി നമുക്ക് വേണ്ടത് ഹിപ്പ് ഭാഗത്തെ വണ്ണം. ഹിപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ നമ്മുടെ സ്ലിറ്റ് വരത്തില്ലേ, ചുരിദാറിൻ്റെ ഒക്കെ സ്ലിറ്റ് വരത്തില്ലേ, ഈ ഹിപ്പ് എന്ന് പറയുമ്പോൾ ഈ വണ്ണം കൂടിയ ഭാഗത്തെയാണ് ഹിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അത് വരുന്നത് ഒരു സ്ലിറ്റ് വരുന്നത് ഒരു 21 ഇടും ചിലർക്ക് 22, ചിലർ 20. അപ്പോൾ എത്ര സ്ലിറ്റ് എടുക്കുന്നതെന്ന് വെച്ചാൽ ശരീരത്തിലെ ഏറ്റവും വണ്ണം കൂടിയ ഭാഗം, ചെസ്റ്റിനേക്കാളും വണ്ണം കൂടിയ ഭാഗമായിരിക്കും ഹിപ്പ് ഭാഗത്ത് വണ്ണം. അപ്പോൾ ഞാനിവിടെ 22 എടുക്കുന്നത്. സ്ലിറ്റ് ഭാഗത്ത് വണ്ണം ഇറക്കം എടുത്തേക്കുന്നത് 22. അപ്പോൾ നമ്മൾ ചെസ്റ്റ് ലൈൻ എടുത്തു, വേസ്റ്റ് ലൈൻ എടുത്തു, ഹിപ്പ് ലൈൻ എടുത്തു. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഈ 3 ലൈനിൽ വണ്ണം കാണണം. ആദ്യം നമുക്ക് കാണേണ്ടത് വണ്ണമാണ്. വണ്ണം ചെസ്റ്റ് വണ്ണം തന്നേക്കുന്നത് 40 ഇഞ്ചാണ്. അപ്പം 40 ഇഞ്ചിൻ്റെ 4/1 ഭാഗം കാണണം. 40 ഇഞ്ചിൻ്റെ 4/1 ഭാഗം, 40ൻ്റെ 4/1 ഭാഗം 10 വരും. 40ൻ്റെ 4/1 ഭാഗം 10 വരും. അപ്പോൾ 10 ഇങ്ങനെ മാർക്ക് ചെയ്യാം. 10 മാർക്ക് ചെയ്തതിന് ശേഷം ഇതിപ്പോൾ നമുക്ക് ബോഡിയിൽ നിന്ന് കറക്റ്റ് വണ്ണമാണ്. നമുക്ക് ലൂസ് വേണമല്ലോ, 1 ഇഞ്ച് ലൂസ് വേണം. അപ്പം നമ്മുടെ വണ്ണം എടുത്തേക്കുന്നത് 11. പിന്നെ തയ്യൽ തുമ്പിന് വേണ്ടി 1.5 കൂട്ടാം, 1 കൂട്ടാം. 1 മതി കേട്ടോ, നൈറ്റിക്കൊക്കെ 1 മതി. തയ്യൽ തുമ്പിന് വേണ്ടി, അതായത് ബോഡി വണ്ണം എത്രയെന്ന് എടുത്തിട്ട് അതിൻ്റെ 4/1 ഭാഗം മാർക്ക് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് അവിടെ ലൂസ് ശരിയാവും. നൈറ്റിക്ക് ലൂസ് വേണമല്ലോ, അതിന് 1 ഇഞ്ച് കൂടെ കൂട്ടിയെടുക്കും, 11. പിന്നെ തയ്യൽ തുമ്പ് 1 ഇഞ്ച്. അപ്പം മൊത്തം നമുക്ക് 11. ആദ്യം 10 ബോഡി വണ്ണത്തിൻ്റെ 4/1 ഭാഗം ലൂസ് 1, പിന്നെ തയ്യൽ തുമ്പ് 1, 12 മാർക്കിട്ട്. അത് കഴിഞ്ഞതിന് ശേഷം വേസ്റ്റ് ഭാഗത്തെ വണ്ണം ഇവിടുത്തേനേക്കാളും 1/2 ഇഞ്ച് കുറയ്ക്കുക. അതായത് 10 നമ്മളിവിടെ എടുത്ത് 4/1 ഭാഗം, ഇവിടെ നമുക്ക് 9.5 മതി കേട്ടോ. 9.5, പിന്നെ 1 ഇഞ്ച് ലൂസ് തയ്യൽ തുമ്പ്. മനസ്സിലായല്ലോ? ഹിപ്പ് ഭാഗത്തെ വണ്ണം ഇവിടെ നമ്മൾ 10 എടുക്കാം, ചെസ്റ്റ് വണ്ണം ഇവിടെ നമുക്ക് 11 എടുക്കണം കേട്ടോ. അതിനേക്കാളും ഈ ചെസ്റ്റിനേക്കാളും 1 ഇഞ്ച് കൂടെ കൂട്ടിയെടുക്കണം, 11. അത് കഴിഞ്ഞതിന് ശേഷം 1 ഇഞ്ച് ലൂസ്, പിന്നെ 1 ഇഞ്ച് തയ്യൽ. ഓക്കെ, ഇത് ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമുക്ക് അങ്ങ് ജോയിൻ ചെയ്യാം.
നമ്മൾ തയ്ക്കുന്നത് ഈ ലൈൻ സ്റ്റിച്ച് ചെയ്ത്, ഇത് തയ്യൽ തുമ്പ്. മനസ്സിലായോ? ഇത് നമ്മുടെ ലൂസ് കിട്ടിയേക്കുന്നത് കേട്ടോ. ബോഡിയിൽ നിന്ന് കിട്ടിയ ബോഡിയുടെ കറക്റ്റ് വണ്ണമാണ് ഇത് മൂന്നും. ഇത് നമ്മുടെ ലൂസ് നമ്മൾ ഇവിടെ വെച്ചാണ് തയ്ക്കുന്നത്. കട്ട് ചെയ്യുമ്പോൾ തയ്യൽ തുമ്പിൽ. മനസ്സിലായല്ലോ? ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്തുവാ? ഇവിടെ നമുക്ക് ഒരു 1.5 എടുക്കാം. ഈ കോർണറിൽ നമുക്ക് ഈ ടേപ്പിൻ്റെ ഒരു 1.5 മാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ കൈ കുഴിച്ച് വെട്ടണം, ഹാം ഹോൾ കുഴിച്ച് വെട്ടണം. ഈ കോർണറിൽ നിന്ന് 1.5 മാർക്ക് ചെയ്തതിന് ശേഷം ഈ ലെന്ത് എത്ര എടുത്തതെന്ന് വെച്ചിട്ട് അതിൻ്റെ പകുതി, 7ൻ്റെ പകുതി 3.5. അവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ ഇതേപോലെ ഷേപ്പ് എടുക്കണം. ഈ കോർണറിൽ നിന്ന് 1.5 മാർക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ലെന്ത് പകുതി മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് നമ്മളിങ്ങനെ ഷേപ്പ് എടുക്കണം. ഓക്കെ, അത് കഴിഞ്ഞല്ലോ. നമ്മൾ കൈയും കുഴിച്ചു വേണം. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ വേസ്റ്റ് ഭാഗത്തെ ലെന്ത് വണ്ണമെല്ലാം മാർക്ക് ചെയ്ത് ഹിപ്പ് ഭാഗത്തേയും കഴിഞ്ഞ് ഈ തയ്യൽ തുമ്പിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്യണം. ഈ തയ്യൽ തുമ്പിൽ ഇപ്പം ഇവിടെയൊക്കെ നല്ല വിരിവ് വേണമെന്നുള്ളവർക്ക് ഇങ്ങനെ അങ്ങ് പോവാം, ഇങ്ങനെ കട്ട് ചെയ്യാം. അല്ല നല്ല ഷേപ്പൊന്നും അധികം വണ്ണം ഇല്ലാത്തവർക്കാണെങ്കിൽ ഇതേപോലെ ഞാൻ ടേപ്പ് വെച്ചേക്കുന്ന രീതിയിൽ മാർക്ക് ചെയ്തതിന് ശേഷം കട്ട് ചെയ്യാം. അല്ല ഒത്തിരി വണ്ണം ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ ഈ രീതിയിലേ കട്ട് ചെയ്യാവും കേട്ടോ. ഇപ്പം ഇത്രയും ലൂസ് പോകില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ നമുക്കൊരു ഷേപ്പുണ്ട്. അതായത് ഇവിടെ നമുക്ക് വന്നേക്കുന്നത് 16ൻ്റെ പകുതി മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്തതിന് ശേഷം 8 മാർക്ക് ചെയ്തില്ല. അവിടെ നമുക്ക് ഒരു ഇത് മാർക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ. അതെന്തിനാന്ന് വെച്ചാൽ ഇവിടുന്ന് അടിച്ച് വരുമ്പോൾ ഇവിടെ ഒരു വശം ഇങ്ങനെ തൂങ്ങിക്ക് വരാതിരിക്കാനാണ് ഈ 1 ഇഞ്ച് ഇങ്ങനെ ഈ ഓപ്പൺ വരുന്ന വാറിന് 1 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് നമുക്ക് കട്ട് ചെയ്യാം. ആദ്യം ഇതങ്ങ് കട്ട് ചെയ്യാം. നമുക്ക് ഇതേപോലെ പോകണം കേട്ടോ. ഞാൻ കത്തിരി കണ്ടല്ലോ. നമുക്ക് മാറ്റാം. ഇവിടെ നമുക്ക് അടിച്ച് വരുമ്പോൾ ഒരു വശം കൊണ്ട് തൂങ്ങിക്കിടക്കത്തില്ല. നമ്മൾ ചുരിദാർ മോഡലല്ലേ, ഒരു സ്റ്റാൻഡേർഡ് രീതിയിലാണ് കട്ട് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പം നമുക്കിനി ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുക്കണം. ഇവിടെ വരുമ്പോൾ ഇച്ചിരി ഇങ്ങനെ 1/2 ഇഞ്ച് താഴ്ത്തി വേണം കട്ട് ചെയ്യാൻ. കണ്ടോ മനസ്സിലായല്ലോ? ഇനി നമുക്കിതങ്ങ് മാറ്റാം. ഇതിൽ നിന്നാണ് നമുക്ക് സ്ലീവും പല മോഡലൊക്കെ കട്ട് ചെയ്യുന്നത്. ഇതിൽ നിന്നാണ്. ഇനി നമ്മുടെ വണ്ണം, വേസ്റ്റ്, ഹിപ്പ്. ഓക്കെ, എന്നിട്ട് ഇത് നമുക്ക് മടക്കി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് സ്ലീവാണ്.
സ്ലീവിൻ്റെ ലെന്ത് നമുക്ക് ഇത്രയും കിട്ടുള്ളൂ. ഇതിൽ കൂടുതൽ വേണമെന്നവർക്ക് ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് താഴോട്ട് ജോയിൻ ചെയ്യാം. ഞാനിപ്പം സ്ലീവ് എനിക്ക് വേണ്ടത് ഒരു 9 ഇഞ്ച് മതി. മടക്കി തയ്ക്കാൻ അര ഇഞ്ച് കൂട്ട്. ഇപ്പോൾ തേര് വശമായത് 9.5 എടുത്തു. എന്നിട്ട് അപ്പോൾ നമുക്ക് 7 ഇഞ്ചല്ലേ കൈക്കുഴി ഒടിച്ചത്, 7 മാർക്ക് ചെയ്യുക. പിന്നെ ഒരു 2.5 കൂടെ മതി കേട്ടോ. ലൂസ് 2.5. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ കൈ കുഴിച്ചെട്ടാനായിട്ട് 7 ഇഞ്ച് എടുത്തു. പിന്നെ അവിടെ സ്ലീവിൻ്റെ ആ ലൂസ് വന്നേക്കുന്നത് ഒരു 2.5 ഇഞ്ച് കൂടെ എടുക്കും. എന്നിട്ട് നമുക്ക് ഈ ഓപ്പൺ വരുന്ന ഭാഗത്തു നിന്ന് ഒരു 3.5 മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ നിന്ന് നമുക്കിങ്ങനെ സ്ലീവ് കട്ട് ചെയ്യാം. ഉണ്ടോ? ഇവിടെ നമുക്ക് 2 ഇഞ്ച് മാർക്ക് വരെ ഇങ്ങനെ നേരെ പോകണം. ഇവിടെ നമുക്ക് 3.5 മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ എത്തിക്കണം. ഉണ്ടോ? അതായത് ആംപോൾ നമുക്ക് 7 എടുത്തിട്ടുണ്ട്. നമ്മുടെ തയ്യൽ തുമ്പ് ഒരു ലൂസ് വരുന്നത്, കൈക്കുഴിയുടെ ആ ലൂസ് വരുന്നത് 2.5 കൂടെ കൂട്ടിയെടുക്കുക. ആ ഓപ്പൺ വന്ന ഭാഗത്ത് നിന്ന് 3.5 മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ കോർണറില്ലേ ആ മൂല, അവിടെ നിന്ന് വേണം ഇങ്ങനെ 3.5 മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടുന്ന് 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഈ കൈ ഇങ്ങനെ കുഴിച്ച് വെട്ടുന്ന രീതി ഞാൻ പറഞ്ഞത്, അറിയാൻ വയ്യാത്തവർക്ക് പറഞ്ഞു തന്നതാണ്. ഇവിടുന്ന് നേരെ ഇങ്ങനെ വരിക, ഇതേപോലെ ഷേപ്പ് എടുക്കുക. ഇവിടുന്ന് 3.5 മാർക്ക് ചെയ്തിട്ടുണ്ട്, ഇവിടുന്ന് 3.5 മാർക്ക് ചെയ്തിട്ടുണ്ട്, ഇവിടെ 2. അപ്പോൾ ആദ്യം 2 കൊണ്ടുവരിക. പിന്നെ നമുക്ക് ഈ 3.5 ഇവിടുന്ന് 3.5 മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ഇവിടെ കൊണ്ടുവരിക. പിന്നെ ഈ 3.5 കൊണ്ടുവരിക. മനസ്സിലായല്ലോ? ഇനി നമ്മുടെ കൈവണ്ണം നമുക്ക് ഒരു 7.5 മതി കേട്ടോ. അതായത് 7 ഇഞ്ച് മതി. 7, അപ്പോൾ 7.5 എടുക്കുക തയ്യൽ തുമ്പിൽ. നമ്മൾ സ്ലീവും കട്ട് ചെയ്തു. മനസ്സിലായല്ലോ? നമ്മൾ ഇത് എത്തുമെന്ന് നോക്കാം. നമ്മുടെ ആ ബോഡിയുടെ ആംപോളും ബോഡി കൈ നമ്മൾ സ്ലീവ് കൈ കുഴിച്ചു വിട്ടില്ലേ, അതും സ്ലീവിൻ്റെ കൈക്കുഴിയും കൂടെ കറക്റ്റ് ആണോ എന്ന് നോക്കിക്കും. നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ പോവും. അപ്പം ഇത് കറക്റ്റ് ഇങ്ങനെ വെച്ചിട്ട് കണ്ടോ, കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കൈ ഇങ്ങനെ വെട്ടിയാൽ മതി കേട്ടോ. ഓക്കെ. ഇനി നമുക്ക് ഫ്രണ്ടിൽ, നെക്കിൻ്റെ ഫ്രണ്ടിൽ ഒരു ഡിസൈൻ കൊടുക്കണം. ഡിസൈൻ കൊടുക്കാനായിട്ട് നമ്മൾ സ്ലീവ് കട്ട് ചെയ്തതിൻ്റെ ബാലൻസ് എത്ര നീളത്തിലെടുക്കാം. അതായത് ഒരു 12 ഇഞ്ച് വരും നീളം വരെ. നമുക്കിവിടെ 4 പീസായിട്ട് എടുത്തേക്കുന്നത്. എന്നിട്ട് വേണ്ട, നമുക്കിത് 3 പീസ് മതി കേട്ടോ. 3 പീസ് കൂടെ എടുത്തിട്ട് ഈ 3 പീസും കൂടെ ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്തിട്ട് പിന്നെ ഇവിടുത്തെ ഇതുകൂടെ കൂട്ടി ജോയിൻ ചെയ്ത് വീതി കൂട്ടിയെടുക്കണം. അത് ചെയ്തിട്ടേ വരാം. ആ 3 പീസ് ഞാൻ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിങ്ങനെ വെച്ചിട്ട് 2ആയിട്ട് മടക്കണം. ആ 3 പീസും കൂടെ 2ആയിട്ട് മടക്കിയതിന് ശേഷം നമ്മുടെ ഈ നെക്കിൻ്റെ സെൻറ്ററിൽ വെക്കണം. കണ്ടില്ലേ? നെക്കിൻ്റെ സെൻറ്ററിൽ കറക്റ്റ് വെച്ചതിന് ശേഷം ഇനി നമുക്ക് നെക്കിൻ്റെ ലെന്ത് എത്രയാണെന്ന് വെച്ചാൽ അതെടുക്കുക. എനിക്ക് വേണ്ടത് ഒരു 6.5 5.5 മതിയെങ്കിൽ 5.5 എടുക്കുക. ഇത് തയ്ച്ച് വരുമ്പോൾ 6 കിട്ടും. ഞാൻ 6.5 എടുത്തു. അതിന് ശേഷം നെക്ക് വിത്ത്
2.5 മാർക്ക് ചെയ്തു. ഇവിടെ മുകളിലോട്ടും 2.5 മാർക്ക് ചെയ്യാം. ഇതിനെ നമുക്ക് സ്ക്വയർ ആക്കാം. കണ്ടല്ലേ? ഇവിടെ നമുക്കൊരു ഈ 2 ഇഞ്ച് തന്നെ മതി. എന്താ ഇനി നമുക്കിതിനെ ഒരു ഡിസൈൻ ആക്കി എടുക്കണം. ഇവിടുന്ന് ഇവിടം വരെ ഇങ്ങനെ കൊണ്ടുവരിക. അല്ലേ? ഇതേപോലെ ഇവിടെ നമ്മൾ കണ്ട ഇവിടെ നേരെ ഇങ്ങനെ കൊണ്ടുവന്നതിന് ശേഷം ഇവിടെ ഒരു ഷേപ്പ് എടുക്കുക. എന്നിട്ട് ഇവിടെ ഞാൻ കട്ട് ചെയ്ത് കാണിക്കാം. ഇവിടെ നമുക്ക് നെക്ക് റൗണ്ട് എടുക്കുന്നു. ഇതേപോലെ ഇങ്ങനെ എടുത്തതിന് ശേഷം ഇനി നമുക്ക് നെക്ക് വെട്ടാം. നെക്ക് വെട്ടുമ്പോൾ ബാക്കും ഫ്രണ്ടുമാണ്. ബാക്ക് അടിയിൽ ഫ്രണ്ട്. അപ്പോൾ ഇതും ഈ ഫ്രണ്ട് പീസും കൂടെ ചേർത്ത് വെട്ടണം. കണ്ട? അത് കഴിഞ്ഞതിന് ശേഷം ബാക്കിൻ്റെ ലെന്ത് നെക്ക് ലെന്ത് എത്ര വേണ്ടതെന്ന് വെച്ചാൽ എടുക്കുക. ഞാനൊരു ഇവിടെ 3.5 എടുക്കുന്നത്. നിങ്ങൾക്ക് 2 മതിയെങ്കിൽ 2 എടുക്കുക. ഇവിടെ നമുക്കൊരു 1.5 ഇഞ്ച് കൊണ്ട് ഷേപ്പ് ചെയ്ത് പോകാം കേട്ടോ. കണ്ടോ? അപ്പം നമ്മൾ ഫ്രണ്ട് നെക്കാണിത്. ഇതിപ്പോൾ ഇങ്ങനെ ഇവിടെ നമുക്ക് പൈപ്പിംഗ് കൊടുക്കും. ഈ പീസിൻ്റെ സൈഡിൽ ചുറ്റിനും പൈപ്പിംഗ് കൊടുത്ത് ഇത് മോഡലാക്കും. അതായത് ഫ്രണ്ട് പീസ് ഇടാമല്ലോ. ബാക്ക് പീസ് നമുക്ക് മടക്കി വെക്കാം. ഇങ്ങനെ വരും. ഇവിടെ നമുക്ക് ഇതിന് ചേരുന്ന വെള്ളയായിരിക്കും നല്ലത്. പൈപ്പിങ് കൊടുത്ത് ചുറ്റിനും പൈപ്പിങ് ഇങ്ങനെ കൊടുത്തതിന് ശേഷം ആദ്യം നമ്മൾ ഇതിൻ്റെ അകത്ത് പൈപ്പിങ് കൊടുക്കും, അല്ലെങ്കിൽ ലേസ് പിടിപ്പിച്ചതിന് ശേഷം ഇതിനകത്ത് ചേർത്ത് ഇങ്ങനെ അടിച്ചു പോകും. ഇവിടെ 2 ഷോ ബട്ടൺ വെക്കുക. ഓപ്പൺ വരുന്നവർക്ക് ഇതിൻ്റെ സെൻറ്റർ നോക്കി കട്ട് ചെയ്ത് ഇവിടം വരെ കട്ട് ചെയ്തതിന് ശേഷം സിബ് വെക്കണമെങ്കിൽ സിബ് വെക്കാം, പ്ലസ് ബട്ടൺ വെക്കണമെങ്കിൽ ബട്ടൺ വെക്കാം. അതേപോലെ തന്നെ നെക്കിനും പൈപ്പിങ് കൊടുക്കുക. ഓക്കെ, മനസ്സിലായല്ലോ? ഇതിന് വേറെ കളർ വേണമെങ്കിലും ഇപ്പം ഞാൻ ഇതിൻ്റെ തുണിയല്ലേ കാണിച്ചത്. ഇതിനിപ്പോൾ ചേരുന്ന കറുപ്പോ വെള്ള ഏത് കളർ വേണമെങ്കിലും അവരവരുടെ ഇഷ്ടത്തിന് വേറെ കളർ ഡിസൈൻ കൊടുക്കാം കേട്ടോ. ഇതിന് പകരം വെള്ള തുണിയിൽ വെട്ടാം, കറുപ്പ് തുണിയിൽ വെട്ടാം. ഈ തുണിക്ക് ചേരുന്ന ഏത് വേണമെങ്കിലും കട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, എന്നിട്ട് അതനുസരിച്ച് ഇതിൽ പൈപ്പിങ് ചെയ്യാം. ഓക്കെ, എല്ലാവരും കട്ട് ചെയ്ത് നോക്കുക. ഡൗട്ടുകൾ വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സിൽ ചേരാൻ താല്പര്യമുള്ളവർ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യുക. വാട്സപ്പ് നമ്പർ കൊടുത്തേക്ക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒരു വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കട്ടിങ് വീഡിയോ, സ്റ്റിച്ചിങ് വീഡിയോ സ്റ്റിച്ചിങ് വീഡിയോ വേണമെങ്കിൽ പറയണേ. ഓക്കെ, എല്ലാവരും ചെയ്തു നോക്കാം കേട്ടോ. എല്ലാം കട്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ ഇത് ഇങ്ങനെ മടക്കി വെക്കണം കേട്ടോ. മടക്കി കെട്ടി വെക്കണം. എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ നൂലും എടുത്ത് വേണം ചെയ്യാനായിട്ട്. ഓക്കെ.